എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയുടെ ടോപ്പിക് സെലക്ട് ചെയ്ത് ഇതിലേക്ക് വേണ്ട പോയിന്റുകളൊക്കെ എനിക്ക് എഴുതി തന്ന ദേവികയ്ക്ക് ഒരു നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കുകയാണ്. അദ്ദേഹം ഒരു സബ്സ്ക്രൈബറാണ്, അതേപോലെ തന്നെ ഒരു കുട്ടിയുടെ അമ്മയുമാണ്. അദ്ദേഹത്തിന്റെ കൺമുൻപിൽ നടന്ന ഒരു സംഭവമാണ് ഈ വീഡിയോയുടെ ആധാരം. അത് കേട്ട സമയത്ത് എനിക്കും തോന്നി ഇത് നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ്. എനിക്ക് വലിയ കാര്യമായിട്ടുള്ള ഐഡിയ ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ പേരൻസ് ആയിട്ടുള്ള ആളുകൾ കൂടുതൽ ഇൻഫർമേഷൻ കമന്റ് ബോക്സിൽ ആഡ് ചെയ്യേണ്ടതുണ്ട്. പിടിവാശിയുള്ള കുട്ടികൾ, അദ്ദേഹത്തിന്റെ കൺമുൻപിൽ നടന്ന ഒരു സംഭവം ആദ്യം തന്നെ ഞാൻ പറയാം. അദ്ദേഹം പറഞ്ഞതിൽ നിന്നിട്ട് കേട്ട് ഞാൻ പറയുകയാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ പ്ലേ സ്കൂളിൽ പഠിക്കുന്ന മകനുമായിട്ട് ഒരു ടോയ് ഷോപ്പിലേക്ക് ഇദ്ദേഹം ചെല്ലുകയാണ്. ടോയ് ഷോപ്പും അവിടെ ഗിഫ്റ്റ് സെന്ററും ഒക്കെ ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നത്. അവിടെ ചെന്നപ്പോൾ വേറൊരു കുട്ടിയും അമ്മയും അവിടെ നിൽപ്പുണ്ട്. ആ കുട്ടി വല്ലാത്ത പിടിവാശിയിലാണ്, കരഞ്ഞ് അലമുറ ഇടുകയാണ്. അവിടെ ആ ഷോ കേസിലുള്ള ഒരു ഗിഫ്റ്റ് ഐറ്റം ആ കുട്ടിക്ക് ടോയ് ആയിട്ട് വേണം. ശരിക്കും പറഞ്ഞാൽ ആ കുട്ടിയുടെ പ്രായത്തിന് യോജിക്കുന്ന ഒരു ടോയ് അല്ല അത്. ഡിസ്ക്രിപ്ഷനിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അത്യാവശ്യം മറ്റേ ഷോക്കേസിലേക്ക് വെക്കുന്ന ഈ മറ്റേ ഗ്ലാസ് കൊണ്ടൊക്കെ നിർമ്മിച്ച എന്തോ ഒരു സംഭവമാണ്. കൂടാതെ നല്ല എക്സ്പെൻസീവ് ആണ്. കുട്ടി പിടിവാശി കാരണം നിറഞ്ഞങ്ങോട്ട് തുള്ളുകയാണ്. അവസാനം ഈ തലതെറിച്ച കൊച്ച് കയ്യിലുണ്ടായിരുന്ന വാട്ടർ ബോട്ടിൽ എടുത്ത് ഒരൊറ്റ ഏറ് ആ ഒരു ഷോക്കേസിലുള്ള ഒരു 5-8 ഗിഫ്റ്റ് ഐറ്റംസ് താഴെ വീണ് ചിന്നിച്ചെതറി. ആ കുട്ടിയുടെ അമ്മ ആകെ മൊത്തത്തിൽ പെട്ടുപോയി. കയ്യിൽ നിന്ന് വലിയ തുക നഷ്ടപരിഹാരമായിട്ട് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബറായിട്ടുള്ള ദേവിക ചിന്തിച്ചത്, അദ്ദേഹം എന്നോട് പറഞ്ഞത്, എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ. കാരണം നമ്മൾ സാധാരണക്കാരാണ്, നമ്മളുടെ ഒരു മാസത്തെ സാലറിയാണ് ആ ഒരു കുട്ടിയുടെ ആ ഒരു ആക്ട് കൊണ്ട് നഷ്ടപരിഹാരമായിട്ട് കൊടുക്കേണ്ടി വന്നത്. എന്നാൽ അദ്ദേഹം പിന്നീട് ആശ്വസിക്കുന്നത്, നമ്മുടെ കുട്ടികളൊന്നും അങ്ങനെ ചെയ്യില്ല, നമ്മുടെ കുട്ടികളൊക്കെ നമ്മുടെ ബുദ്ധിമുട്ടുകൾ, നമ്മുടെ ജീവിതമൊക്കെ കണ്ടു വളരുന്ന കുട്ടികളാണ്, അവരങ്ങനെയുള്ള പിടിവാശികൾ വെച്ച് പുലർത്താറില്ല. ഇന്ന് നമ്മൾ പിടിവാശിയുള്ള കുട്ടികളെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം എന്നുള്ള ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഇത് 1-2 വീഡിയോസായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും. ഇന്ന് അതിന്റെ ആദ്യത്തെ ഒരു വീഡിയോ ആണ്. എങ്ങനെ നമുക്ക് ഇവരെ ഐഡന്റിഫൈ ചെയ്യാം. ഈ സ്പോയിൽഡ് കിഡ്സ് എന്നുള്ളതാണ് നമ്മൾ ഇവരെ കുറിച്ചിട്ട് പറയുന്നത്. സ്പോയിൽഡ് ചിൽഡ്രൻ, ലോകത്ത് എല്ലായിടത്തും ഭീഷണിയായിട്ട് നിൽക്കുന്ന സ്പോയിൽഡ് ചിൽഡ്രനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഒത്തിരിയധികം കഥകൾ വായിച്ചിട്ടുണ്ട്. ഇപ്പോൾ വിദേശത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഓരോ ക്രൈമിലൊക്കെ ഇവർ ഏർപ്പെടും. തന്റെ അനിയനായിട്ട് അനിയത്തിയായിട്ട് വരുന്ന കുട്ടിയിലേക്ക് സ്നേഹം പോകും എന്ന് കണ്ട് ആ ഒരു കുട്ടിയെ ഇല്ലാതാക്കിയ കുട്ടികളുടെ കഥകൾ വരെ US ചില വീഡിയോസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ യാതൊരുവിധ മര്യാദകളും ഇല്ലാത്ത സ്പോയിൽഡ് ചൈൽഡിന്റെ ലക്ഷണങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഈ ഒരു ലക്ഷണങ്ങൾക്ക് ശേഷം നമുക്ക് പ്രതിവിധികളിലേക്ക് കിടക്കാം. ഇതൊരു ഫസ്റ്റ് പാർട്ട് വീഡിയോ ആണ്. നമ്മൾ പേരന്റിങ്ങിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുട്ടികളുടെ ശോഭനമായിട്ടുള്ള ഭാവി ഉറപ്പാവുന്നു. അതേപോലെ നമ്മൾ ഭാവിയിലേക്ക് കരുതി വെക്കുന്ന പണം സുരക്ഷിതമാക്കിക്കൊണ്ട് നല്ല റിട്ടേൺ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു NFOയെ ഞാനിന്ന് പരിചയപ്പെടുത്തുകയാണ്. ട്രേഡിങ്ങും ഇൻട്രാഡേയും ഒന്നും കാര്യമായി അറിയത്തില്ല, എന്നാൽ ലോങ് ടൈമിൽ നല്ല റിട്ടേൺ വേണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് പറ്റിയ ഒരു നിക്ഷേപ അവസരമാണ് ബജാജ് അലയൻസ് ലൈഫിന്റെ നിഫ്റ്റി 200 ആൽഫ 30 ഇൻഡെക്സ് ഫണ്ട്. NAV 10 രൂപയിൽ ഈ NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള അവസരം സെപ്റ്റംബർ 15 വരെ മാത്രമാണ്. അതായത് ഇനി 5 ദിവസങ്ങൾ മാത്രം. ഇവിടെ നിങ്ങൾ നിക്ഷേപിക്കുന്ന തുകയുടെ ഒരു ഭാഗം 30 മികച്ച ലാർജ് ക്യാപ് മിഡ് ക്യാപ് കമ്പനികളിലേക്ക് ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതേപോലെ തുകയുടെ മറ്റൊരു ഭാഗം ഈ ഫണ്ട് സുരക്ഷിതമാക്കാൻ വേണ്ടി മാറ്റിവെക്കുന്നു. അതുകൊണ്ട് തന്നെ സുരക്ഷിതവും ലോങ് ടൈമിൽ നല്ല റിട്ടേൺ പ്രതീക്ഷിക്കാവുന്നതുമാണ്. ഈ ബെഞ്ച് മാർക്കിന്റെ കഴിഞ്ഞ 10 വർഷത്തെ ശരാശരി റിട്ടേൺ 25.9%, 5 വർഷത്തേത് 34.2%. അതായത് 10 വർഷം മുൻപ് ഈ ഇൻഡെക്സിൽ നിങ്ങൾ നിക്ഷേപിക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ 9 ഇരട്ടി വരെ ലാഭം കിട്ടുമായിരുന്നു. കുറച്ചും കൂടെ മനസ്സിലാവുന്ന രീതിയിൽ സിംപ്ലിഫൈ ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ 2014 നിങ്ങൾ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്നത് 9,30,000 രൂപയായിട്ട് മാറിയിട്ടുണ്ടായേനെ. 2023 മെയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള ബജാജിന്റെ സ്മോൾ ക്യാപ് ഫണ്ട് ഇതുവരെ ഏകദേശം 75% റിട്ടേൺ നൽകിയിട്ടുണ്ട്. പ്രവാസികളൊക്കെ മാസം 18,000 രൂപയൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ 2 കോടി വരെയൊക്കെ കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇനി 5 ദിവസങ്ങൾ മാത്രമാണ് ഈ ഒരു NFO അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനും കൂടുതൽ കാര്യങ്ങൾ അറിയാനും ആഗ്രഹിക്കുന്ന ആളുകൾ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലുമുള്ള ലിങ്ക് ഉപയോഗിക്കുക. വളരെ പെട്ടെന്ന് വീഡിയോയിലേക്ക് തിരികെ വന്ന് സ്പോയിൽഡ് ചൈൽഡിന്റെ ആദ്യത്തെ പ്രധാനപ്പെട്ട ലക്ഷണത്തിലേക്ക് പോകാം. ഇങ്ങനെയുള്ള കുട്ടികളെ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് കെയർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആ ഒരു ലക്ഷണങ്ങളെ കുറിച്ചിട്ട് ആദ്യം തന്നെ പറയുന്നത്. ഒന്നാമത്തെ ലക്ഷണം എൻടൈറ്റിൽമെന്റ് ആൻഡ് ലാക്ക് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള കുട്ടികൾ വിചാരിക്കുന്നത് അവർക്ക് സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് എപ്പോഴും ആവശ്യമുള്ള ആളുകളാണ്. അവരത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. എന്നെ ട്രീറ്റ് ചെയ്തിട്ട് മാത്രം ബാക്കിയുള്ള ആളുകളെ ട്രീറ്റ് ചെയ്താൽ മതി, ഞങ്ങളാണ് ഈ വീട്ടിലെ അല്ലെങ്കിൽ ഈ ഒരു കൂട്ടത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകൾ. അതേപോലെ തന്നെ ഇവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു കാര്യം,
ഇവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു സഹായം പോലും അവർ നന്ദിയോടെ ഓർക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വിചാരിക്കുന്നത് അത് എനിക്ക് നിർബന്ധമായിട്ടും കിട്ടേണ്ടതാണ്, എന്തുകൊണ്ട് വൈകി എന്നുള്ള ഒരു ചിന്തയായിരിക്കും അവരുടെ മൈൻഡിലുള്ളത്. ഞാൻ ആദ്യം പറഞ്ഞ ഒരു എക്സാമ്പിളിലേക്ക് തിരികെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെയൊക്കെ ഒരു ചൈൽഡ്ഹുഡുമായിട്ട് വേണമെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റും. നമ്മളൊക്കെ പലപ്പോഴും വില കൂടിയ ഗിഫ്റ്റുകൾ ആഗ്രഹിച്ചിരുന്നു. എൻ്റെയൊക്കെ ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ വില കൂടിയ ഗിഫ്റ്റുകൾ ആഗ്രഹിച്ചിരുന്നില്ല. ഞാൻ മനസ്സിലാക്കിയിരുന്നു എൻ്റെ വീട്ടുകാർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ പിടിവാശി വെച്ച് കഴിഞ്ഞാൽ അവർ മാനസിക സമ്മർദ്ദത്തിലാവും എന്നൊക്കെ നമ്മൾ ഓർമ്മ വെച്ച കാലം മുതൽ ചിന്തിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു എന്നെ പോലെ തന്നെ ആയിരിക്കും ബാക്കിയുള്ള ഒരു മജോറിറ്റി ആളുകളും. ഇങ്ങനെ ചില കുട്ടികൾക്ക് ചിന്തയില്ല. അവർക്ക് അവരുടെ പേരൻസിന് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണോ അല്ലെങ്കിൽ ഇത് എനിക്ക് വേണ്ടതാണോ എന്നുള്ള ഒരു ചിന്തയില്ല. പേരൻസിൻ്റെ ബുദ്ധിമുട്ടറിയില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും വാങ്ങി കിട്ടിയാലും അത് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് പേരൻസ് വാങ്ങിക്കൊടുത്തത് എന്നുള്ളൊരു ചിന്തയില്ല. പലപ്പോഴും കുട്ടികൾ ഇങ്ങനെയാവുന്നതിന്റെ പ്രധാനപ്പെട്ട റീസൺ പേരൻസും അതേപോലെ തന്നെ കുടുംബത്തിലുള്ള ആളുകളൊക്കെ ആയിരിക്കും. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അറ്റൻഷൻ ആണെങ്കിലും പ്രിവിലേജസ് ആണെങ്കിലും പിടിച്ചിങ്ങനെ വാങ്ങാനാണ് ഇഷ്ടം. ഇങ്ങോട്ട് കിട്ടണം. അല്ലാതെ അവരുടെ ആ ഒരു പെരുമാറ്റം കൊണ്ട് അവരുടെ പ്രവൃത്തി കൊണ്ട് നേടിയെടുക്കുന്നതായിരിക്കില്ല. അവരവരുടെ ആ ഒരു ക്യാരക്ടർ കൊണ്ട് പിടിവാശി കൊണ്ട് പിടിച്ചു വാങ്ങുന്നതായിരിക്കും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ലക്ഷണം പുവർ സോഷ്യൽ സ്കിൽസ് ആൻഡ് ഡിഫിക്കൽട്ടി വിത്ത് ഷെയറിങ്. ചില കുട്ടികൾ അങ്ങനെയാണ്. അവരുടെ സാധനങ്ങൾ, അവരുടെ ഇടം, അവരുടെ ആളുകൾ എന്നിവയൊന്നും മറ്റാളുകൾക്ക് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ബസ്സിലൊക്കെ കയറുന്ന സമയത്ത് ചില കുട്ടികൾ, കൊച്ചു കുട്ടികൾ സീറ്റിലിരിക്കും. സീറ്റ് ഉണ്ടാവുന്ന സമയത്ത് സീറ്റിൽ കുട്ടികളെ ഇരുത്താറുണ്ടല്ലോ. എന്നാൽ വേറൊരാൾ വരുന്ന സമയത്ത് ഒന്ന് എഴുന്നേറ്റ് അമ്മയുടെ അടുത്ത് നിൽക്കാനായിട്ട് ഈ കുട്ടി റെഡിയാവില്ല. അവൻ അവിടെ നിന്ന് പിടിവാശി വെച്ചുകൊണ്ടിരിക്കും. അതിനോടൊപ്പം നമ്മൾ കാണുന്നതാണ്, 3-4 കുട്ടികളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ മൂത്ത കുട്ടി പലതിലും കോംപ്രമൈസ് ചെയ്യാറുണ്ട്, ഇളയ കുട്ടികൾക്ക് വേണ്ടി കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. ഏറ്റവും ഇളയ കുട്ടി എന്ന് പറയുമ്പോഴത്തേന് അവൻ ഇത്തിരി കുഞ്ഞാണല്ലോ, അവൾക്കോ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കാനായിട്ട് ഒരു പ്രായം എത്തേണ്ടതുണ്ടല്ലോ. അപ്പോൾ അതുവരെയൊക്കെ ബാക്കിയുള്ള കുട്ടികൾ അഡ്ജസ്റ്റ് ചെയ്യും. എന്നാൽ പിടിവാശിയുള്ള കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ള സ്പോയിൽഡ് ചൈൽഡ് ആണ് എന്നുണ്ടെങ്കിൽ ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യില്ല, അവർക്ക് ഒന്നും കൊടുക്കില്ല. ആ ഒരു കുട്ടികൾക്ക് ശരിക്കും നരക മാത്രമേ ഈ കുട്ടികൾ കൊടുക്കത്തുള്ളൂ. അടുത്ത പ്രധാനപ്പെട്ട ലക്ഷണം മാനിപ്പുലേറ്റീവ് ബിഹേവിയർ ആണ്. മുന്നേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കരച്ചില്, പിടിവാശി, പരാതി പറച്ചില്, ഇങ്ങനെ കരഞ്ഞ് 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 വീട്ടുകാരെയും അതേപോലെ തന്നെ ബാക്കിയുള്ള ആളുകളെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്ത് കാര്യങ്ങൾ നേടിയെടുക്കും. ഈ കുട്ടികൾ നല്ല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യും, കുട്ടികൾ നല്ല രീതിയിൽ കള്ളം പറയും. കുട്ടികളുടെ ചില കള്ളങ്ങൾ ചില ആളുകൾ ജയിലിലേക്ക് വരെ പറഞ്ഞു വിട്ടിട്ടുണ്ട്, നമുക്കറിയാവുന്ന സംഗതികളാണ്. അപ്പോൾ കുട്ടികൾ മാനിപ്പുലേറ്റ് ചെയ്യും. അപ്പോൾ ഈ കുട്ടികൾ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ പേരൻസിനെ തമ്മിലടിപ്പിക്കുന്ന കുട്ടികളുണ്ട്, അതേപോലെ തന്നെ വീട്ടിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കുട്ടികളുണ്ട്. അങ്ങനെ അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി മാനിപ്പുലേറ്റ് ചെയ്യും. അതൊരു പ്രധാനപ്പെട്ട ലക്ഷണമാണ്. നമ്മൾ മുന്നേ കണ്ട വഴിയിൽ കുത്തിയിരിക്കുന്ന, അവിടെ കിടക്കുന്ന, കാറി കൂവുന്ന, ബാക്കിയുള്ള ആളുകളുടെ മുൻപിൽ പേരൻസിനെ നാണം കെടുത്തി കാര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്ന കുട്ടിയൊക്കെ ഈ ഒരു ബിഹേവിയറിൽ വരുന്ന കുട്ടിയാണ്. അടുത്ത പ്രധാനപ്പെട്ട ലക്ഷണം ഡിസ്റെസ്പെക്ട് ഫോർ അതോറിറ്റിയാണ്. ഇപ്പം അവരുടെ ടീച്ചേഴ്സിൻ്റെ അടുത്തും അവരുടെ പേരൻസിൻ്റെ അടുത്തും അവർക്ക് യാതൊരുവിധ ബഹുമാനം ഉണ്ടായിരിക്കില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ കേൾക്കില്ല. പ്രായം കൊണ്ടോ റോള് കൊണ്ടോ ബഹുമാനിക്കപ്പെടേണ്ട ആളുകളെ ഇവർ ബഹുമാനിക്കില്ല. അതേപോലെ തന്നെ ഒരു സ്കൂളിലാണെങ്കിലും ചെറിയ ക്ലാസ്സിലാണെങ്കിലും കൊച്ചു കൊച്ചു നിയമങ്ങളൊക്കെ നമ്മൾ കുട്ടികളുടെ മുൻപിലേക്ക് കൊടുക്കാറുണ്ട്. ഈ നിയമങ്ങളൊക്കെ അനുസരിക്കണം, ഈ രീതികളൊക്കെ പിന്തുടരണം. ഈ കുട്ടികൾ എന്നാൽ അതിനോട് ഒരു തരത്തിലും പൊരുത്തപ്പെട്ട് മുന്നോട്ടേക്ക് പോവില്ല. ഇവർ അടി വാങ്ങാൻ റെഡി ആയിട്ട് നിൽക്കുകയായിരിക്കും. ഇവരിങ്ങനെ പിടിവാശിയോടെ എന്നാൽ എന്നെ തല്ലി മാത്രം നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യിപ്പിക്കാൻ പറ്റത്തുള്ളൂ, ഞാനായിട്ട് ഒരു കാര്യവും ചെയ്യത്തില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ പിടിവാശിയോടെ നിൽക്കും. എന്നാൽ ഇവർ വളരെ സിമ്പിളായിട്ടുള്ള ഒരാളെ അനുസരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യില്ല. അത് ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ്. അടുത്തത് ഇന്നേബിലിറ്റി ടു ഹാൻഡിൽ ഡിസപ്പോയിൻമെൻ്റ് ആണ്. ഈ കുട്ടികൾക്ക് തോൽവി അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഈ കുട്ടികൾക്ക് ഒരു നോ ഒരിടത്ത് നിന്ന് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഒരു സാധനം വാങ്ങി തരില്ല, അച്ഛൻ്റെ അമ്മയുടെ പൈസ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇവർക്ക് ഡിസപ്പോയിൻമെൻറ്റുകളെ തീരെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇവർ അലമുറയിട്ട് ബഹളം ഉണ്ടാക്കി ഇവരുടെ ആ ഒരു ഡിസപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത് ബാക്കിയുള്ള ആളുകളുടെയൊക്കെ വലിയൊരു പ്രശ്നമാക്കി മാറ്റിയിട്ടുണ്ടാവും. ഇവർ ഒരു വീടും ഒരു സ്കൂളും ഒക്കെ വേണമെങ്കിൽ മറിച്ച് വെക്കാൻ തക്ക തരത്തിലേക്കുള്ള പെർഫോമൻസ് അവിടെ കാഴ്ചവെക്കും. ഒരു സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ ഒരിക്കലും ഞാനൊരു സ്പീച്ചിൽ കേട്ടതാണ്. ഞാൻ ഒരിക്കലും ഇത് പങ്കുവെച്ചിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും കുട്ടികളെ ട്രെയിൻ ചെയ്യുന്നത് ഇത്തരത്തിൽ ഡിസപ്പോയിൻമെൻറ്റുകൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയിലേക്കാണ്. നമ്മൾ എല്ലാത്തിനും പ്രോത്സാഹന സമ്മാനം കൊടുക്കാറുണ്ട്. ഏതൊരു പരിപാടി കഴിഞ്ഞാലും എല്ലാ ആളുകൾക്കും പ്രൈസ് കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. എന്തോ വലിയ കാര്യമായിട്ട് നമ്മൾ പിന്തുടരുന്ന ഒരു രീതിയാണ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് കുട്ടികൾക്ക് സമ്മാനം, ബാക്കിയുള്ള ആളുകൾക്ക് പ്രോത്സാഹന സമ്മാനം പങ്കെടുത്തതിന്.
ശരിക്കും പറഞ്ഞാൽ അത്തരത്തിലുള്ള പരിപാടികൾ നമ്മൾ നിർത്തേണ്ടതാണ്. തോൽവി എന്ന് പറയുന്ന ഒരു കാര്യം ഒരു മത്സരത്തിലുള്ളതാണ്, ഒരു മത്സര പരീക്ഷയിലുള്ളതാണ്. എല്ലാ ആളുകൾക്കും ജയിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ ജയിക്കും, ചിലപ്പോൾ തോക്കും. തോറ്റു കഴിഞ്ഞാൽ അതിൻ്റെ കാരണങ്ങളെ കുറിച്ചിട്ട് പഠിച്ചിട്ട് പിന്നീട് കൂടുതൽ നന്നായി പെർഫോം ചെയ്യുക എന്നീ കാര്യങ്ങളൊക്കെ കൊച്ചിൽ തൊട്ട് തന്നെ നമ്മൾ പിള്ളേർക്ക് മനസ്സിലാക്കാനായിട്ടുള്ള അവസരം കൊടുക്കണം. അവിടെ ഈ പ്രോത്സാഹന സമ്മാനം കൊടുത്ത് പാമ്പർ ചെയ്യുമ്പോഴാണ് ഈ തോൽവികൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ടോ ഡിസപ്പോയിൻമെന്റുകൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ടോ ഇവർക്ക് പറ്റാതെ വരുന്നത്. അവസാനത്തെ പോയിന്റ്, ഓവർ റിലയൻസ് ഓൺ മെറ്റീരിയൽ റിവാർഡ്സ്. ചില കുട്ടികളെയൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത്. ചില സമയത്ത് അത് വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ടേക്ക് പോവാറുണ്ട് എന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള സ്പോയിൽഡ് കിഡ്സ് ആണ് എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് എപ്പോഴും അവർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കും. നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ സൈക്കിൾ വാങ്ങിത്തരാം, നന്നായിട്ട് നീ ഈ കാര്യം ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് അത് വാങ്ങിത്തരാം എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ അവരുടെ വളർച്ചാ കാലഘട്ടങ്ങളിൽ മുഴുവൻ കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള രീതികൾക്ക് അടിമപ്പെട്ടിരിക്കുന്ന, അങ്ങനെയുള്ള രീതികൾ എപ്പോഴും ഡിമാൻഡ് ചെയ്യുന്ന കുട്ടികൾ സ്പോയിൽഡ് കുട്ടികളാണ്. ശരിക്കും അങ്ങനെയുള്ള ഒരു രീതി പിന്തുടരേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടി നല്ലത് ചെയ്തു കഴിഞ്ഞാൽ അവന് നല്ലത് കിട്ടും. അതാണല്ലോ ഇപ്പോഴത്തെ പുതിയ പഴഞ്ചൊല്ല്. നല്ലത് ചെയ്തു കഴിഞ്ഞാൽ അവന് നല്ലത് കിട്ടും. അവൻ നന്നായിട്ട് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ അവന് ഭാവിയിൽ നല്ല ഒരു അവസ്ഥ ഉണ്ടാവും. ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ കുട്ടികളിലൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, 1-2 ലക്ഷണമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ മാറ്റാനായിട്ട് വളരെ സിമ്പിളാണ്. അതിൻ്റെ വഴികളെ കുറിച്ചിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം. പക്ഷേ ഈ ലക്ഷണങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ആ ഒരു സൊല്യൂഷൻ ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ബജാജ് അലയൻസ് ലൈഫിന്റെ നിഫ്റ്റി 200 ആൽഫ 30 ഇൻഡെക്സ് ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള അവസരം ഈ മാസം 15 വരെ മാത്രമാണ്. അപ്പോൾ ആ ഒരു അവസരം ഉപയോഗിക്കുക. വീഡിയോ കണ്ട എല്ലാ ആളുകൾക്കും നന്ദി.